പള്ളുരുത്തിലെ ഈ വിഷയം അത് നമ്മൾ ഒരു സ്റ്റാൻഡ് അലോൺ കേസായിട്ട് തന്നെ എടുക്കണം. അതിൻ്റെ ഒരു കാരണം ഇത് ലത്തീൻ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള സ്കൂളാണ്. പൊതുവെ ലത്തീൻ കത്തോലിക്ക സഭ ഇത്തരം കാര്യങ്ങളിൽ സഹിഷ്ണുതയുള്ളൊരു സഭയാണ്. നമ്മൾ ദീപിക പത്രത്തിൻ്റെ എഡിറ്റോറിയൽ വന്ന ആ ഭാഷയിൽ അവരൊരിക്കലും അങ്ങനെ സംസാരിക്കാറില്ല. ഇവിടുത്തെ ഒരു പ്രാദേശിക പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സ്കൂളിൻ്റെ ഭാഗത്തേക്കുള്ളൊരു റോഡുണ്ട്. ആ റോഡിന് സെൻറ്റ് അഗസ്റ്റിൻസ് റോഡ് ഇടണം എന്നിവർ കോർപ്പറേഷനോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ആ ആവശ്യം കോർപ്പറേഷൻ അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ അതിനെ എതിർക്കുന്നു. കാരണം അതിന് അവിടെ പരമ്പരാഗതമായൊരു വിളിപ്പേരുള്ളൊരു സ്ഥലം പേരുണ്ട്. അത് ഈ പള്ളുരുത്തിയിലൊക്കെ റോഡിൻ്റെ പേരുകളൊക്കെ അങ്ങനെ രസമുള്ള കുമ്പളങ്ങി വഴി അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അതിന് നേതൃത്വം കൊടുത്ത, ആ പ്രൊട്ടസ്റ്റിന് നേതൃത്വം കൊടുത്ത ആൾ ലത്തീൻ കത്തോലിക്ക സമുദായാംഗമായ കോർപ്പറേഷൻ കൗൺസിലർ തന്നെയാണ്. അപ്പോൾ ആ പ്രൊട്ടസ്റ്റ് പിന്നീട് ശക്തമായപ്പോൾ പിന്നെ അത് കോടതിയിൽ പോയി. ഇപ്പോൾ കോടതിയിലങ്ങണ്ടായിരിക്കുന്ന കേസ്, ആ പേരുമാറ്റ കേസ്, അതിൽ ഈ സ്കൂൾ അധികൃതർക്ക്, ആ സ്കൂളിന് ആവശ്യമായിരുന്നു ആ പേര് മാറ്റണം എന്നുള്ളത്. അതിൽ അവർക്കൊരു ചെറിയ തിരിച്ചടി ഉണ്ടായി. ഈ തിരിച്ചടി ഉണ്ടായ സന്ദർഭം ലാക്കാക്കിക്കൊണ്ട് കാസ അവിടെ ഒരു പ്ലോട്ട് ഇറക്കിയതാണ് ഈ പ്രശ്നങ്ങളുടെ മുഴുവൻ തുടക്കം. കാസയുടെ പ്ലോട്ട് ഇതാണ്. കാസ ഇനിഷ്യേറ്റ് ചെയ്ത ഒരു പ്രൊജക്റ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ അതർവൈസ് അത് മുമ്പും അവിടെ ഹിജാബ് അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ കുട്ടികൾ ഹിജാബ് ഊരി വെച്ചിട്ടാണ് അവിടെ കയറുക. ഈ സംഭവം ഉണ്ടാകുന്ന പർട്ടിക്കുലർ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ഈ സാധാരണ രീതിയിൽ അഴിച്ചു വെച്ചിട്ടാണ് കയറുന്നത്. ഒരു ദിവസം സ്കൂളിൽ ആർട്ട് ഫെസ്റ്റിവൽ അങ്ങനെ നടക്കുന്ന ദിവസം ഈ കുട്ടി അതിട്ട് അകത്ത് കയറി. സ്കൂളിനകത്ത് ക്ലാസ്സിനകത്തല്ല കയറിയത്, വരാന്തയിൽ നടന്നപ്പോൾ ഒരു ടീച്ചർ അതിഭീകരമായി ഷൗട്ട് ചെയ്തു, ഇതിട്ടുകൊണ്ട് ഇതിൽ നടക്കാൻ പാടില്ല എന്ന് ഷൗട്ട് ചെയ്തു. ഇത് കണ്ടുകൊണ്ട് നിന്ന മറ്റൊരു കുട്ടി, ആ കുട്ടി ഭയങ്കരമായിട്ട് ഷോക്ക്ഡായിപ്പോയി. ആ കുട്ടി ഹിജാബ് ധരിക്കുന്നില്ല. പക്ഷേ ഹിജാബ് ധരിച്ചതിൻ്റെ പേരിൽ തൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയെ ഒരു ടീച്ചർ ഇത്ര ഭീകരമായി ഒച്ച വയ്ക്കുന്നത് കണ്ട് ഈ കുട്ടി ഷോക്ക്ഡായി. ആ കുട്ടിയാണ് ഇപ്പോൾ TC വാങ്ങുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാൻ ആ സ്കൂളിലേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ആ കുട്ടിയാണ്. അപ്പോൾ ഈ ഒരു കാസ പ്രൊജക്റ്റിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ടി വിയിൽ കണ്ടതാണ്. അവിടുത്തെ PTA പ്രസിഡന്റാണ്. അവിടുത്തെ PTAക്ക് ഒരു പ്രശ്നമുണ്ട്. ഇതേ പ്രശ്നങ്ങൾ PTAയുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഉന്നയിക്കുമ്പോൾ ആ വിഷയം ഉന്നയിച്ച ആളുകൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ആ PTA പ്രവർത്തിക്കുന്നത് തന്നെ PTA എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത്, അതായത് സർക്കാർ നിർദ്ദേശപ്രകാരം ഒരു PTA എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെയല്ല പ്രവർത്തിക്കുന്നതെന്ന ആക്ഷേപം അവിടുത്തെ രക്ഷിതാക്കൾക്കുമുണ്ട്. കാരണം PTAയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ അഭിപ്രായങ്ങൾ പോലും രേഖപ്പെടുത്താതെ ഏകപക്ഷീയമായിട്ടാണ് PTA പ്രസിഡന്റ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. PTA പ്രസിഡന്റിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പരിശോധിച്ചാൽ കാള കൂടെ വിഷമാണ് അയാളുടെ ഫേസ്ബുക്കിലുള്ളത്. അപ്പോൾ അയാളൊരു പാർട്ടിയില്ല, NPP. അപ്പോൾ ഇതൊരു കാസ പ്രൊജക്റ്റാണ്. നമ്മൾ മുമ്പ് ഇവിടെ പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇനിയുള്ള 3-4 മാസങ്ങളിൽ, ഈ വർഷം അവസാനം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പോകും, ഇതുപോലുള്ള പ്രാദേശിക സംഭവങ്ങൾ ധാരാളമായി ഉണ്ടായി വരും. അതിൽ വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾക്ക് വ്യത്യസ്ത താല്പര്യങ്ങളുണ്ടാവും. ഉദാഹരണത്തിന് കോൺഗ്രസ് അവിടെ എങ്ങനെയാണ് ഇടപെട്ടത്? അവിടുത്തെ MP-യും അതുപോലെ കോൺഗ്രസ് നേതാക്കളൊക്കെ ചെന്നിട്ട് ഈ രക്ഷിതാവിനെ പ്രഷറൈസ് ചെയ്യാണ്. നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളിത് വഷളാക്കരുത്. ശരിക്കും ഇന്ന് ഞാൻ അവിടെ ഒരു രക്ഷിതാവായിട്ട് സംസാരിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞത് പ്രശ്നങ്ങളുണ്ടാവും, പക്ഷേ ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇത് പരിഹരിക്കാനുള്ള ബാധ്യത മുഴുവൻ നമ്മുടെ മേലാണല്ലോ എന്നാണ് പറയുന്നത് അയാൾ. അഫക്റ്റഡ് പാർട്ടിയുടെ അതായത് സാമുദായിക സൗഹാർദ്ദം നിലനിർത്തേണ്ട ബാധ്യത എൻ്റെയൊക്കെ തലയിൽ വന്നേക്കാണ്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സാധാരണക്കാരാണ്, നമ്മൾ പണിക്ക് പോകുന്ന മനുഷ്യരാണ്. ഈ പ്രശ്നം പരിഹരിക്കേണ്ട രാഷ്ട്രീയ നേതാക്കളല്ലേ? കോൺഗ്രസ് നേതാക്കൾ എന്തായത് ആ പ്രഷർ മുഴുവൻ ഈ രക്ഷിതാവിൻ്റെ തലയിലിട്ടു. എന്നാൽ ഈ കോൺഗ്രസ് നേതാക്കൾ ആ സ്കൂളിൽ പോയിട്ട് നിങ്ങളിത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല. അതായത് അവർ പ്രശ്നം പരിഹരിക്കാനാണ് നോക്കുന്നത്. പ്രശ്നം പരിഹരിക്കേണ്ട ബാധ്യത രക്ഷിതാവിൻ്റെ തലയിലാണ്. ഇത് ഒന്നാമത്തെ പ്രശ്നം. അതേസമയം മന്ത്രി V. ശിവൻകുട്ടി എന്താണ് ചെയ്യുന്നത്? മന്ത്രി V. ശിവൻകുട്ടി നിയമത്തിൻ്റെയും ഭരണഘടനയുടെയും അടിസ്ഥാനത്തിൽ സ്കൂളിനെ പ്രഷറൈസ് ചെയ്യുകയാണ്. അപ്പോൾ മന്ത്രി പ്രഷറൈസ് ചെയ്യുമ്പോൾ ഇവർ യഥാർത്ഥത്തിൽ ഭയങ്കര ഡിഫൻഡഡ് ആവുകയാണ്. യഥാർത്ഥത്തിൽ ഈ സ്കൂളിൻ്റെയും അതുപോലെ സ്കൂളിൻ്റെ അധികൃതരുടെയൊക്കെ പ്രശ്നം അവരുടെ വേറൊരു ആംഗിൾ കൂടി പ്രശ്നമുണ്ട്. ഇത് വളരെ ഡബിൾ എഡ്ജഡ് സോഡ് എന്ന് പറയുന്ന രീതിയാണ്. അവരുടെ പ്രശ്നം എന്താണ്? സർക്കാർ ഒരു ന്യൂനപക്ഷ സ്ഥാപനത്തിൽ ഇടപെടുന്നു എന്നുള്ളൊരു പ്രശ്നം അവർ ഉയർത്തിക്കാട്ടുകയാണ്. അത് അവരൊരു ന്യൂനപക്ഷ സമുദായമാണ്. അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു ന്യൂനപക്ഷ സ്ഥാപനം നടത്താനുള്ള അവകാശത്തിന്മേൽ സർക്കാർ കൈകടത്തുകയാണോ എന്നൊരു പ്രശ്നം അവിടെയുണ്ട്. ഇതേ സ്കൂളിനെതിരെ മുമ്പ് ഉണ്ടായിട്ടുള്ളൊരു വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. സ്കൂളിൽ കുട്ടികളെ പരീക്ഷയ്ക്ക് മുമ്പ് നിർബന്ധമായിട്ടും പ്രാർത്ഥിപ്പിക്കും. അപ്പോൾ ഈ പ്രാർത്ഥിപ്പിക്കുമ്പോൾ കുരിശു വരയ്ക്കാൻ മറ്റ് മതസ്ഥരെ നിർബന്ധിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു കുട്ടിയുടെ രക്ഷിതാവ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുക്കുകയും മേലാൽ അങ്ങനെ ചെയ്യരുതെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ താക്കീതുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ശരിയായ രീതിയല്ല. ഇത് നടക്കുന്ന എത്രയോ സ്കൂളുകൾ കേരളത്തിലുണ്ട്, പ്രത്യേകിച്ചും മധ്യ കേരളത്തിലുണ്ടെന്നറിയാമോ? പരീക്ഷയുടെ ഭാഗമായിട്ട് എല്ലാ വിദ്യാർത്ഥികളെയും കൊണ്ടുപോയിട്ട് യേശുവിൻ്റെയോ മാതാവിൻ്റെ മുമ്പിൽ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക, കുരിശു വരപ്പിക്കുക, അങ്ങനെ ചെയ്യുന്ന സ്കൂളുകളുണ്ട്. പക്ഷേ ഇതൊന്നും അങ്ങനെ ഒരു വലിയ വിഷയമാവാറില്ല. വിഷയമാകാത്തതിൻ്റെ കാരണം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ സാമുദായിക സൗഹാർദ്ദം നിലനിർത്തേണ്ട ബാധ്യത രക്ഷിതാക്കളുടെയും കുട്ടികളിലേക്കായി മാറുകയാണ്. അതുകൊണ്ടാണ് ഇത് ചെയ്യാത്തത്. അപ്പോൾ ഇത്തരം ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വിഷയങ്ങളുണ്ട്.
പക്ഷേ ഇതെങ്ങനെ പരിഹരിക്കണം എന്ന് ചോദിച്ചാൽ ഇത് പരിഹരിക്കേണ്ട ആദ്യത്തെ ബാധ്യത അവിടുത്തെ ജനപ്രതിനിധികളുടെ ആയിരുന്നു. ആ സ്കൂളുമായും രക്ഷിതാക്കളുമായും രണ്ടുപേരുമായും സംസാരിച്ചത് ഒത്തുതീർപ്പാക്കണം. ഇതല്ലെന്നുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സംഭവങ്ങൾ ഇനി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി പഞ്ചായത്ത് കൊണ്ട് പോരാൻ പോവാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൽ സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കുന്നവരും നല്ല ഉദ്ദേശത്തോടെയാണ് ഇത് എടുക്കുന്നത്. അങ്ങനെയല്ല. സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കുന്നവർ ഇത് കുറച്ചൊന്ന് വഷളായിക്കോട്ടെ എന്നാണ് വിചാരിക്കുന്നത്. ആ വഷളായാൽ അതിന് പലർക്കും പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട്. അത് തീ ഉണ്ടായാലാണ് ഇവർക്ക് ഗുണം ഉണ്ടാവുള്ളൂ. തീ ഇല്ലാതെ തീ അണയ്ക്കാൻ ആരാണ് ശ്രമിക്കുന്നത് എന്നാണ് നമ്മളിവിടെ കൃത്യമായിട്ട് നോക്കേണ്ടത്.